മാലാഖമാർ പാടി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ക്രിസ്മസിന് യേശു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നാണ് സമാധാനം. ഈ സമാധാനം ശബ്ദകോലാഹലത്തിൻ്റെയോ സംഘർഷത്തിൻ്റെയോ അഭാവം മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങളിൽ ആരംഭിച്ച് നമ്മുടെ വീടുകളിലേക്ക് ഒഴുകുന്ന സ്നേഹം, മനസ്സിലാക്കൽ, ഐക്യം എന്നിവയുടെയെല്ലാം ഒരു വികാരമാണിത്. നമുക്ക് ലളിതവും അർത്ഥവത്തായതുമായ പല വഴികളിൽ വീട്ടിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കും. ദയയുള്ള വാക്കുകളിലൂടെ, സൗമ്യമായ സംസാരത്തിലൂടെ, പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഒരു വീടിൻ്റെ അന്തരീക്ഷത്തെ മാറ്റാൻ സാധിക്കും. ദൈനംദിന ജോലികളിൽ മാതാപിതാക്കളെ സഹായിക്കുക, ഇളയ സഹോദരങ്ങളെ പരിപാലിക്കുക, തിരക്കേറിയ സമയങ്ങളിൽ ക്ഷമ കാണിക്കുക എന്നിവയെല്ലാം ഐക്യം സൃഷ്ടിക്കുന്നു. കോപത്തിന് പകരം ക്ഷമ തിരഞ്ഞെടുക്കുമ്പോൾ സമാധാനം വളരുന്നു. ചെറിയ തർക്കങ്ങളും തെറ്റിദ്ധാരണകളും അവസാനിപ്പിക്കുന്നത് കുടുംബങ്ങളെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കും. ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത് എല്ലാം സ്വന്തമാണെന്ന ബോധം വളർത്തുകയും ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. സമാധാനം ക്ഷണിക്കുന്നതിനുള്ള മറ്റൊരു ശക്തമായ മാർഗമാണ് പ്രാർത്ഥന. കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ സമാധാന പ്രഭുവായ യേശുവിനെയാണ് വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത്. ഈ ക്രിസ്മസിന് നമ്മുടെ വീടുകൾ സ്നേഹം വസിക്കുന്ന, സന്തോഷം വളരുന്ന, യേശുവിനെ യഥാർത്ഥത്തിൽ സ്വാഗതം ചെയ്യുന്ന സമാധാനത്തിൻ്റെ സ്ഥലങ്ങളായി മാറട്ടെ. മെറി ക്രിസ്മസ്.